എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീനച്ചാറാണ്. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ മീനച്ചാർ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം 1200 ഗ്രാമിൻ്റെ ഒരു ചൂരമീൻ മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തലയും മുള്ളെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് തേങ്ങ അരച്ചൊരു മീൻ കറി വെച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള മാംസ കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്തിട്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കിയിരുന്നത്. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി വലിയ പീസായിട്ട് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കരുത്. കാരണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് അച്ചാറിടുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിരിക്കണം. അതുപോലെ ഇതിലെ മുള്ളുകളെല്ലാം എടുത്ത് മാറ്റണം. കാരണം നമ്മൾ അച്ചാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ മുള്ളുണ്ടെങ്കിൽ അവർ തൊണ്ടയിൽ പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് മുള്ളൊക്കെ മാറ്റിയിട്ട് കഷ്ണങ്ങളാണ് നമ്മൾ അച്ചാറിനായിട്ട് എടുക്കുന്നത്. പിന്നെ അച്ചാറിടുന്ന സമയത്ത് നിങ്ങൾ വലിയ ചൂര മേടിച്ച് തന്നെ അച്ചാറിടുക. ഒരു 1-1.5 കിലോ എന്തെങ്കിലും ഇതിൻ്റെ മാംസം കിട്ടത്തക്ക രീതി വേണം നിങ്ങൾ അച്ചാറിടുമ്പോൾ മീൻ എടുക്കാനായിട്ട്. കാരണം എന്തായാലും നമ്മൾ മെനക്കെട്ട് അച്ചാറിടുകയാണ്. അപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഇടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. കുറച്ച് നാൾ ഇത് ഇരിക്കുകയും ചെയ്യും. എനിക്ക് മീനിൻ്റെ മാംസം എല്ലാം കിട്ടിയിരിക്കുന്നത് ഒരു 700 ഗ്രാം ഉണ്ട് കേട്ടോ. അത്രേ കിട്ടിയിട്ടുള്ളായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിലോട്ട് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ വേണം കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതിലോട്ട് 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സഡ് ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയും നമുക്ക് അരിഞ്ഞ് മിക്സഡ് ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ടേബിൾ സ്പൂണല്ല, ടീസ്പൂണും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള സ്പൂൺ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഈ ടൈപ്പ് സ്പൂണാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. ഇതിലാണ് ഞാൻ പൊടികളൊക്കെ എടുത്തിരുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ ഇവിടെ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അരപ്പിനെ മീനിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇത് നല്ലതായിട്ട് മീനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മീനിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മീനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ എണ്ണയിലാണ് മീൻ വറുത്തെടുക്കുന്നത്. മീനെല്ലാം ഇതിൽ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതിനെ തിരിച്ചു മറിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീൻ നല്ലതായിട്ട് വെന്ത് വരണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കട്ടിയായി പോവരുത് മീനെ. ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. എന്നിട്ട് നല്ലതായിട്ട് മീൻ വെന്ത് വരണം. അത്രയും മാത്രം മതി. മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റാം. ഞാൻ 2 ബാച്ചായിട്ടാണ് മീനെല്ലാം വറുത്തെടുത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സാധനം 1.5 കുടം വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചോപ്പറിൽ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞെടുക്കുക, ചോപ്പറില്ലാത്തവർ കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ വറുത്ത ബാക്കി എണ്ണ അധികം ഉണ്ടായിരുന്നു. ആ എണ്ണ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ മതി കേട്ടോ, ഒത്തിരി ഓവറായിട്ട് എണ്ണ വേണ്ട. എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട പൊടികൾ എടുത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി കൂടിപ്പോവരുതേ, കയ്പ്പ് ഫീൽ ചെയ്യുമേ. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വേണം ഫ്രൈ ആയി വരാനായിട്ട്. എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഇളക്കിയെടുക്കുക. കാരണം നല്ലതായിട്ട് ഇതൊന്ന് മൂത്ത് വരണം. എന്ന് പറഞ്ഞ് കരിഞ്ഞു പോകരുത് കേട്ടോ. ഇതിവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ശരിക്കും ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തുള്ളൂ. ബാക്കി ഇത്രയും വെള്ളം അധികം ഉണ്ടായിരുന്നു. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മീനിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിരുന്നു, അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ച് കൊടുക്കാം.
പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. ഇത് കണ്ടില്ലേ, നല്ല രീതിയിലൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക. മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് ഇളക്കി നോക്കുന്ന സമയത്ത് ഗ്രേവി കുറവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം, നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയോട് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് മീനിൽ നിന്നൊക്കെ ഉപ്പിറങ്ങുമല്ലോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ശകലം കുറവുണ്ടായിരുന്നു, ഞങ്ങൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഗ്രേവിയൊക്കെ ഈ മസാലയൊക്കെ ഇതിലങ്ങ് പിടിക്കും. മീനിൽ പിടിച്ച് കഴിയുമ്പം ഗ്രേവി കുറവാണ്. അപ്പോൾ ഇതിലോട്ട് തിളപ്പിച്ച ശകലം വെള്ളം കൂടെ ഞങ്ങൾ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ശകലോട്ട് ഇത് ലൂസാക്കി എടുത്തിരുന്നു. കണ്ടില്ലേ, കുറച്ചുകൂടെ ഇപ്പോൾ ലൂസായിട്ടുണ്ട്. കാരണം ഈ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് അങ്ങ് കുറുകി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഒരു പരുവത്തി വേണം അച്ചാർ കിട്ടാനായിട്ട്. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പം എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ. ഒരു മാസത്തോളം ചീത്തയാവാതെ വെളിയിലിരുന്നോളും. ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തീർന്നു കേട്ടോ, പെട്ടെന്ന് തീർന്നു. ഞാൻ അതാണ് മുമ്പേയും പറഞ്ഞത്, അച്ചാറിടുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി തന്നെ അച്ചാറിടുക. എന്തായാലും അച്ചാറിടുക അല്ലേ, അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടി തന്നെ അച്ചാറിടുക. അപ്പം ഇതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.